ഹായ് ഹലോ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഇത്തവണത്തെ ന്യൂ ഇയറിന് ഞാനും മക്കൾ മാത്രമല്ല കേട്ടോ. ഏട്ടന് അർജന്റായിട്ട് ഒരു വർക്ക് ഉണ്ടായിരുന്നു, വർക്കിന് പോയി. സാധാരണ എല്ലാ ന്യൂ ഇയറിനും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നമ്മൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അഴീക്കിലൊക്കെ പോകണം, രാത്രി അവിടെ കുറേ നേരം ഇരിക്കണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ പിന്നെ ഇവരോട് നേരത്തെ പറഞ്ഞുകൊണ്ട് ഇവർ ആകെ ഷോക്ക് അടിച്ചിരുന്നു. അപ്പോൾ പിന്നെ ഇന്നേ വരെ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ നടക്കുകൊണ്ട് സൈക്കിളൊക്കെ വെക്കും. കുറച്ച് പടക്കം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചന്തയ്ക്ക് പോയി കേട്ടോ. അങ്ങനെ ഉണ്ടും പണവും പൂത്തിരിയൊക്കെ ഇല്ല, അത്തിരിയൊക്കെ ഇല്ല. അതിനകത്തൊക്കെയായിരുന്നു ആദ്യത്തെ പിടുത്തം. ഇതൊന്നും എനിക്കൊക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒത്തിരി എക്സ്പോഷൻ ഉള്ളതൊക്കെ വാങ്ങിച്ച് ആര് വാങ്ങി ചെയ്യാനാണ്, എനിക്ക് അവിടെ ഇരുന്ന് വയ്യ. അതുകൊണ്ട് ഞാൻ സൗണ്ട് പുകയെ മാത്രമുള്ള സൗണ്ട് അല്ല സോറി ലൈറ്റും പുകയെ മാത്രമുള്ളത് മാത്രം കുറച്ച് വാങ്ങിച്ചേട്ടോ. നമ്മുടെ രാത്തിരി കൂത്തിരി കമ്പിത്തിരി പിന്നെ മത്താപ്പില്ലേ, അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ കുറേ ബലൂണൊക്കെ ഇവിടെ വീർപ്പിച്ചിട്ടേക്ക് വന്നിട്ടോ. അതൊക്കെ ഇട്ട് തട്ടി കളിച്ചിട്ട് ഞങ്ങൾ ലൈറ്റ് എടുത്തിട്ട് നേരെ മേളോട്ട് പോയി കേട്ടോ. നേരെ മേളോട്ട് പോകുമ്പോൾ ഞാനും കൂടെ പോയില്ലെങ്കിൽ എനിക്ക് പേടിയാട്ടോ, ഇതിന് കൈവരില്ലാത്തതുകൊണ്ട്. അങ്ങനെ ലൈറ്റ് എടുത്ത് ഞങ്ങൾ കുറേ നേരം ശ്രമിച്ചിരുന്നു. പഠിച്ച പണി 18 നോക്കി, അത് കത്തുന്നില്ല. പിന്നെ ഞാൻ താഴെ പോയി ഒരു എണ്ണയൊക്കെ വെച്ച് തിരിയിട്ടുണ്ടെന്ന്. ഇത് കണ്ട് ഒരു വായും പൊളിച്ച് നോക്കുന്നുണ്ട്. അവരത് ആദ്യമായിട്ട് കാണുക കേട്ടോ, പാവ പിള്ളേർ. അങ്ങനെ നോക്കിക്കേ, ഇത് ആദ്യം കത്തിച്ചത് ഈ കമ്പത്തിരിയാണ്. ഈ കമ്പത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല തണുപ്പല്ലായിരുന്നു. ഞങ്ങൾ ആ ചന്തയിൽ നിന്ന് ഇവിടെ വരെ വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ഫുൾ എഫക്റ്റ് തീർത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കത്ത് അണഞ്ഞു പോകണ്ട. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് ചാർജ് ചെയ്ത് കത്തിച്ചിട്ടുണ്ടെന്ന് നല്ല രസമായിരുന്നു. ബാക്കി അത് മാത്രമേ തണുത്തുള്ളൂ. രാത്രിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ രാത്രി കത്തിച്ചതിന് പ്രശ്നം എന്ന് വെച്ചാൽ നിറച്ച് പുകയായിരുന്നു. പുക മാത്രമേ കാണാനുള്ളൂ. ഇതിനകത്ത് ലൈറ്റ് കത്തുന്ന അടിയിൽ കൂടെ നോക്കണമായിരുന്നു. പിന്നെ ഈ പുകയും കൊണ്ട് കൂടിയപ്പോഴത്തേക്ക് ഇവന്മാർ ചുമക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിതൊക്കെ നിർത്തി കേട്ടോ. ഭയങ്കര പുക. ഫസ്റ്റ് ടൈം ആയിട്ടോ ഏട്ടനില്ലാതെ ഞാൻ മക്കളെ കൊണ്ട് തന്നെ ഈ സാഹസത്തിന് മുതിരുന്ന കേട്ടോ. പിന്നെ അതിനകത്ത് ഒരു കടച്ചക്കറ ഷൂ ആയിരുന്നു കേട്ടോ, അത് രസമില്ലായിരുന്നു. പിന്നെ ഈ മത്താപ്പ് കത്തുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മത്താപ്പും പിന്നെ ഈ ആകാശത്ത് പോയി പൊട്ടുന്ന ടപ്പടപ്പേന്ന് പൊട്ടുന്ന സാധനമില്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് പടക്കത്തിനെക്കാളും ഇഷ്ടം. പക്ഷേ ഫസ്റ്റ് കടച്ചക്കറ മോശമാണെങ്കിൽ അടുത്ത കടച്ചക്കറ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് പടക്കട ചെന്നപ്പോഴത്തേക്ക് ഫ്രീ ആയിട്ട് ഇവമാർക്ക് അവർ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടി നല്ലതായിരുന്നു. താഴെ കിടക്കുന്ന കാത്തുനെ പേടിപ്പിക്കണം എന്ന് വിചാരിച്ചോ ഞങ്ങൾ ഇത് മേളോട്ടാക്കി ഈ കലാപരിപാടി. ഇത്രയും നേരം അപ്പുക്കും ഞാൻ കൊളുത്തിക്കൊണ്ടിരുന്നേ. അങ്ങനെ എനിക്കൊരു ആഗ്രഹം വന്നിട്ട് ഞാനും കൂടെ ഒരെണ്ണം കൊളുത്തി കേട്ടോ, ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു സന്തോഷം. അങ്ങനെ ലാസ്റ്റ് 2 എണ്ണം കൂടെ പൊട്ടിച്ചപ്പോഴത്തേക്കും തീർന്നു.